गोरी तेरा गाँव बड़ा प्यारा, मैं तो गया मारा, आके यहाँ रे, आके यहाँ रे, उस पर रूप तेरा सारा, चंद्रमा जो आधा आधा जवारे, आधा जवारे, गोरी तेरा गाँव बड़ा प्यारा, मैं तो आके यहाँ रे, आके यहाँ रे, उस पर रूप तेरा सारा, जो आधा आधा जवारे, आधा जवारे। ओ വെരി ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവരും കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാനായിട്ട് ആ മനോഹരമായ ഗാനം എന്റെ എൻട്രി ശ്രദ്ധിച്ചിരുന്നോ? ചന്ദ്രമജോ ആയെന്ന് പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോഴാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ലാലു ചേട്ടൻ എന്നെ ഇങ്ങോട്ട് എൻട്രി കൊടുത്തുവിട്ട്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മെയ് 15 നമ്മൾ മലയാള മാസം പുതിയൊരു മാസത്തിലേക്ക് കടക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട്. അപ്പോ ഈ ഇടവത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. 15 ഒരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ ദിലീപ് PC എന്നോട് നേരത്തെ തന്നെ മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ നമ്മുടെ ഡ്രൈവറായിട്ടുള്ള ലാലും പറഞ്ഞിരുന്നു, ഇന്ന് രാജ്യാന്തര കുടുംബ ദിനമാണ്. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അപ്പോ ഇപ്പോ ഈ ലഹരിക്കൊക്കെ അടിമയാകുമ്പോൾ ആൾക്കാർ പറയും കുടുംബമാകണം നമ്മുടെ ലഹരി എന്ന്. അപ്പോൾ സുസ്ഥിര വികസനത്തിന് കുടുംബങ്ങളുടെ പ്രാധാന്യം എന്നതാണ് ഈ വർഷത്തെ ഒരു ചിന്താവിഷയം. അപ്പൊ എല്ലാ കുടുംബങ്ങളും ഒത്തുചേർന്ന് ആ കൂടുമ്പോൾ ഇമ്പമുള്ളതായി ഇങ്ങനെ മുന്നോട്ട് തന്നെ നമ്മുടെ കുടുംബം അല്ലെ, നമ്മള് പ്രേക്ഷകരും നമ്മളും തമ്മിലുള്ള ഒരു കുടുംബമുണ്ട്, നമ്മുടെ കുടുംബമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ കുടുംബത്തിന്റെയും ഊഷ്മളതയൊക്കെ അത് കുറെ നാൾ ഇതുപോലെ പോകട്ടെ എന്നാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ വാർത്തകളിലേക്ക് കിടക്കുകയാണ്. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും പറയാനുണ്ട്. യെസ്, അപ്പോൾ മോർണിംഗ് വാക്ക് നമ്മൾ തുടങ്ങിയിരിക്കുകയാണെന്ന് പ്രേക്ഷകർ എത്ര ആൾ മോർണിംഗ് വാക്കിനും ജോഗിങ്ങിനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മൾ ഇന്ന് വൈപ്പിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിലാണ്, വൈപ്പിൻ ബീച്ചിന്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതിലൂടെ നമ്മളിങ്ങനെ നടന്നാണ് ഇന്നത്തെ വാർത്തകളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അതെ, ഇതാണ് ഫാൽക്കൺ ബീച്ച്. ഫാൽക്കൺ ബീച്ചിന്റെ ഒരു ഭാഗത്തേക്ക് എന്ന് പറയാം, കാരണം പ്രധാനപ്പെട്ട സ്ഥലം കുറച്ച് അങ്ങാണ്. നമ്മൾ അതിലേക്ക് ഇങ്ങനെ നടന്ന് എത്തുമ്പോൾ നമുക്ക് നോക്കാം. അതെ, അപ്പൊ ഇത് ഹിഡൻ ബീച്ച് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു സൗന്ദര്യമാണ് അവിടെ ബീച്ച്, ഇവിടെ പൈൻമരക്കാടുകൾ. അങ്ങനെ മനോഹാരിതയിലൂടെ നമ്മൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പോൾ നടന്നു പോകുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഈ ചില നീക്കങ്ങളെ കുറിച്ചാണ് ഇനി ഏറ്റവും ആദ്യത്തെ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നത് തന്നെയാണ്. നമുക്ക് അറിയുന്ന പോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച TRF, അതായത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഭീകര സംഘടന, അതിനെ ഭീകര പട്ടികയിൽ പെടുത്താൻ ഉള്ള നീക്കം ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു. നേരത്തെ തന്നെ അത്തരം ആവശ്യങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് ഉണ്ടായതാണ്. ഐക്യരാഷ്ട്രസഭയിലേക്ക് ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചിരിക്കുകയാണ്. പാകിസ്ഥാൻ അനുകൂല പ്രചാരണം നടത്തുന്ന സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ കേന്ദ്ര സർക്കാർ അതിനിടെ നടപടി ശക്തമാക്കിയിട്ടുമുണ്ട്. തുർക്കി ചൈനീസ് പത്രമാധ്യമ അക്കൗണ്ടുകളുടെ ഉള്ളടക്കം പരിശോധിച്ചു വരികയാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച നടപടി പുനഃപരിശോധിക്കണമെന്ന് പാകിസ്ഥാന്റെ കത്തിൽ ഇന്ത്യ നിലപാട് അറിയിച്ചേക്കും. അജീഷ് ജയകുമാറാണ് ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അജീഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്ത്യ ചില കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും. ഒപ്പം തന്നെ പാകിസ്ഥാൻ ഉന്നയിച്ച ആവശ്യം സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് മാറ്റണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും വെള്ളം തരണം എന്ന് പറഞ്ഞു കൊടുത്ത കത്തിലൊരു മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയിലെ നീക്കങ്ങളും ഇന്ത്യ സജീവമാക്കുകയാണല്ലോ. ക്രിസ്റ്റീന പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്ത്യ ഈ TRFനെതിരെ നീക്കം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ പ്രതിനിധി സംഘത്തെ അയച്ചത്. ഇന്ന് അവിടുത്തെ പ്രത്യേക സംഘത്തെ അവർ കാണും. അവർ ഈ TRFനെ അതൊരു ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താനുള്ള ആവശ്യം വീണ്ടും ഉന്നയിക്കും. കഴിഞ്ഞ ദിവസം സെക്യൂരിറ്റി കൌൺസിൽ ചേർന്നപ്പോഴും ഈ TRFന്റെ പേര് പറയാതിരിക്കാൻ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ച് ശ്രമിച്ചിരുന്നു. അങ്ങനെ പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് TRF എന്ന സംഘടനയുടെ പേര് പറയാതെയാണ് അന്ന് UN സെക്യൂരിറ്റി കൌൺസിൽ അവരുടെ ഒരു പ്രമേയം പാസാക്കിയത്. പക്ഷേ അതിനുശേഷമാണ് ഇന്ത്യ ഇപ്പോൾ ഈ TRFനെ, അത് ലഷ്കർ ഇ തോയ്ബയുടെ ഒരു പോഷക സംഘടന പോലെ പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടനയാണ്, അതിനെ ഭീകരരുടെ പട്ടികയിൽപ്പെടുത്താനുള്ള ഒരു നീക്കം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിന്ധു നദീജല കരാറാണ്. അത്
റദ്ദ് ചെയ്ത ഇന്ത്യയുടെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ ഇന്ത്യക്ക് കത്ത് അയച്ചിരുന്നു. DGMO തല ചർച്ചയിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു. ഇത് പുനഃപരിശോധിക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. പക്ഷേ ഭീകരവാദത്തെ തുടച്ചു നിൽക്കാതെ അത് പാകിസ്ഥാന് ഒരു തുള്ളി വെള്ളം തരില്ല എന്നുള്ളൊരു നിലപാടിൽ തന്നെയാണ് ഇന്ത്യ ഉള്ളത്. അതുകൊണ്ട് ഈ കരാർ റദ്ദാക്കിയ തീരുമാനം പുനഃപരിശോധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ജമ്മു കശ്മീരിലെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്താൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ജമ്മു കശ്മീരിലേക്ക് പോകുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ മറ്റു ചില ഔദ്യോഗിക തിരക്കുകൾ കാരണം ആ യാത്ര മാറ്റിവെച്ചുവെന്നാണ് വിവരം. പകരം അദ്ദേഹം ഗുജറാത്തിലെ ഭുജ് വ്യോമതാവളത്തിലായിരിക്കും ഇന്ന് സന്ദർശനം നടത്തുക. അവിടെ സുരക്ഷാ കാര്യങ്ങളും മറ്റും വിലയിരുത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദംപൂർ വ്യോമതാവളത്തിലെത്തി അവിടുത്തെ ജവാന്മാരോടൊപ്പം സമയം ചെലവഴിച്ചിരുന്നു. അതിന് അവിടെ ജവാന്മാർക്ക് സന്ദേശവും നൽകിയാണ് അദ്ദേഹം മടങ്ങിയത്. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം ഈ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നീക്കം അത് ശക്തമായി തുടരാൻ തന്നെയാണ് തീരുമാനം. യെസ്, അപ്പോൾ ഹജീഷ് ജയകുമാറാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്. അപ്പോൾ ഇന്ത്യ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. TRF എന്ന സംഘടന പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ അവരാണെന്ന ഇന്ത്യയുടെ ഉറപ്പ്, അതുകൊണ്ട് തന്നെ അവരെ ഭീകര സംഘടനയിൽ പെടുത്തണം എന്ന ആവശ്യം ഇന്ത്യ ശക്തമായി തന്നെ ഉന്നയിക്കുകയാണ്. അത് UN-ൽ ആ രീതിയിൽ തന്നെ പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതെ. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. വഖഫ് ഭേദഗതി നിയമം ചോദ്യം ചെയ്തുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. പുതുതായി ചുമതലയേറ്റ ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക. സ്ഥാനമേറ്റ ശേഷം ചീഫ് ജസ്റ്റിസ് BR ഗവായുടെ മുന്നിലെത്തുന്ന സുപ്രധാന കേസ് കൂടിയാണ്. കഴിഞ്ഞ തവണ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ വിഷയം ന്യായമായി തന്നെ നേരത്തെ കേൾക്കേണ്ടി വരുമെന്ന് മുൻ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അറിയിച്ചിരുന്നു. തുടർന്നാണ് BR ഗവായ് ചുമതലയേറ്റ തൊട്ടടുത്ത ദിവസത്തേക്ക് ഹർജികൾ പരിഗണിക്കാനായി മാറ്റിയത്. ഹർജികൾ കോടതി വിശദമായ വാദം കേൾക്കും. നിയമമോ ഏതെങ്കിലും വകുപ്പുകളോ സ്റ്റേ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് കേന്ദ്രത്തിന്റെ വാദം. അപ്പോൾ അതാണ് വഖഫുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഒരു അപ്ഡേറ്റ്. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കേരളത്തിൽ നിന്ന് വരികയാണെന്ന് വെച്ചാൽ അതിപ്പോൾ പത്തനംതിട്ട കോന്നിയിൽ നിന്നാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി 2 ദിവസമായിട്ട് ഇപ്പോൾ അത് ഇങ്ങനെ വിവാദത്തിൽ ഇങ്ങനെ ഇടം പിടിച്ചിട്ടുണ്ട്. ആ വാർത്തയുടെ അപ്ഡേറ്റിലേക്ക് പോകാം. പത്തനംതിട്ട പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിൽ കാട്ടാന ഷോക്കേറ്റ് ചെരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA മോചിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം ഇന്ന് ആരംഭിക്കുകയാണ്. വനമന്ത്രി AK ശശീന്ദ്രൻ നിർദ്ദേശപ്രകാരമാണ് ഈ അന്വേഷണം എന്നറിയുന്നു. ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്കാണ് അന്വേഷണ ചുമതല എന്നുകൂടി മനസ്സിലാക്കുന്നുണ്ട്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ജയ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം വരുന്നു, അപ്പോൾ അതിന് കൃത്യമായി വനമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് എന്നൊക്കെ അറിയുന്നു. മറുഭാഗത്താണെങ്കിൽ രാഷ്ട്രീയമായൊക്കെ CPM KU ജനീഷ് കുമാർ MLAക്ക് വലിയ പിന്തുണയുമായി രംഗത്ത് ഇതിനോടകം വന്നിട്ടുമുണ്ട്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഇപ്പോൾ ഈ അന്വേഷണം ഉണ്ടാകുക? മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറുഭാഗത്ത് CPM വലിയ പിന്തുണ MLAക്ക് നൽകുന്നു. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന. എന്തായാലും ഇന്ന് വനമന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം ദക്ഷിണ മേഖല ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്റർ ആരംഭിക്കുമെന്നാണ് പ്രാഥമികമായി ലഭ്യമായ വിവരം. ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ മൊഴി രേഖപ്പെടുത്തുകയാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. തൽസ്ഥിതി എന്താണ് അവിടെ നടന്നത് സംബന്ധിച്ചൊരു റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടതെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ ത്തിൽ നിലവിൽ വ്യക്തതയില്ല. എന്തായാലും ഉദ്യോഗസ്ഥരുടെ മൊഴി ഉൾപ്പെടെ രേഖപ്പെടുത്തിയ ശേഷം പ്രാഥമികമായി റിപ്പോർട്ട് വനമന്ത്രിക്ക് നൽകും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളെന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും MLAക്ക് പിന്തുണമായി CPM രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ MLAയുടെ ഭീഷണിയിൽ പൂർണ്ണമായി പാർട്ടി MLAക്കൊപ്പം നിൽക്കുന്നു, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. വെള്ളിയാഴ്ച DF ഓഫീസിലേക്ക്, കോൻ DF ഓഫീസിലേക്ക് CPMന്റെ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മാർച്ചുണ്ട്. അരുവാപ്പുറം കൂടൽ ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പരസ്യ പ്രതിഷേധം പോകുന്നത്. ജില്ലാതലത്തിൽ തന്നെ പാർട്ടി ഇത്തരത്തിൽ MLAക്കൊപ്പം നിൽക്കാം. ഈ വിഷയങ്ങളിൽ വനം വകുപ്പിനെതിരെയുള്ള ഒരു നിലപാടാണ് നിലവിൽ സ്വീകരിക്കുന്നത്. ഇത് സംസ്ഥാന തലത്തിൽ ഉൾപ്പെടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പ്രാദേശിക തലത്തിൽ പാർട്ടിയെ സജീവമാക്കുക, ജനകീയ വിഷയം എന്നൊരു തലത്തിൽ അതിൽ ഇടപെടലുകൾ നടത്തുക എന്നുകൂടി ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ടി ഇത്തരം ഒരു നിലപാട് എന്തായാലും സ്വീകരിക്കുന്നത്. എന്തായാലും ഈ വിവാദം മുറുകുകയാണ്. ഇത് ഒരു ജില്ലാ വിഷയം എന്നതിനപ്പുറത്തേക്ക് സംസ്ഥാന തലത്തിൽ തന്നെ CPM വനം വകുപ്പ് പോര് എന്ന തലത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. KU ജനീഷ് കുമാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. എന്തായാലും തൽക്കാലം അദ്ദേഹം പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുണ്ട്. രാവിലെ മാധ്യമങ്ങളെ കാണാമെന്ന് അറിയിച്ചെങ്കിലും നിലവിൽ അത്തരമൊരു കൂടിക്കാഴ്ച ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പാർട്ടി അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കടുത്ത അമർഷത്തിലാണ്. ആ അമർഷം എങ്ങനെ
ഇല്ലാതാക്കും എന്ന കാര്യവും ഇനി കണ്ടറിയേണ്ടതുണ്ട്. അതിനുകൂടിയാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് മന്ത്രി ആവശ്യപ്പെട്ടതെന്നും മനസ്സിലാക്കുന്നു. എന്തായാലും കണ്ടറിയാം വനം ജനപ്രതിനിധി പോര് അത് എങ്ങോട്ട്, ഏത് തലത്തിൽ പോകും, എങ്ങനെ അവസാനിക്കുമെന്ന്. പ്രജിൻ, ക്രിസ്റ്റീന. യെസ്, അതാണ് വിജയശങ്കർ പത്തനംതിട്ടയിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും ഈ കേസിൽ ഈ സംഭവത്തിൽ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭരിക്കുന്നത് LDF ആണ്, നമുക്കറിയാം. അപ്പോൾ CPM ഒരു പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള MLA KE ജിനീഷ് കുമാറിനെതിരെയാണ് പക്ഷേ അന്വേഷണം എന്നുള്ളതാണ്. അതിൽ വനമന്ത്രി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി എന്നുള്ളതൊക്കെ LDFൽ എങ്ങനെയായിരിക്കും ചർച്ചയാവുക എന്നതുകൂടി ഉണ്ട്. അതുകൂടി ചേർത്ത് വായിക്കണം. അപ്പോൾ എന്താണ് ഏത് രീതിയിലാണ് അന്വേഷണം പോകുന്നത് നമുക്ക് കണ്ടറിയാം. രാവിലെ നമ്മൾ വാഹനാപകടങ്ങളുടെ വാർത്തയൊന്നും വരരുതേ എന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഇന്നും അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ട്. തിരുവനന്തപുരം ബാലരാമപുരത്ത് 2 വ്യത്യസ്ത വാഹനാപകടങ്ങളിലായി 3 പേർ മരിച്ചു എന്നതാണ് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാനുള്ളത്. മിനി ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികരായ അഖിൽ, സാമുവൽ എന്നിവരാണ് മരിച്ചത്. അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിച്ച് തിരികെ പോകുമ്പോഴാണ് ബൈക്ക് യാത്രികനായ മനോജ് മറ്റൊരു അപകടത്തിൽ മരിച്ചത്. അത് വലിയ വിഷമമുണ്ടാക്കുന്ന മറ്റൊരു വാർത്ത കൂടിയായി മാറും. മേഘന മുരളി വിശദാംശങ്ങളുമായി ചേരുന്നു. മേഘന, തലസ്ഥാനത്ത് 3 മരണമാണ് വ്യത്യസ്ത ഇടങ്ങളിലായി വ്യത്യസ്ത അപകടങ്ങളിലായി ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ 2ാമത്തെ മരണം സംഭവിച്ചത് ആദ്യത്തെ അപകടത്തിലെ ആൾക്കാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മടങ്ങുന്നതിനിടെയാണ് മറ്റൊരു അപകടം ഉണ്ടാകുന്നത്. വിവരങ്ങൾ പറയൂ. പ്രജിൻ, ക്രിസ്റ്റീന, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ഈ 2 അപകടങ്ങളും ഉണ്ടാകുന്നത്. തിരുവനന്തപുരം ബലരാമപുരത്ത് മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചാണ് ആദ്യ അപകടം ഉണ്ടാകുന്നത്. ഇതിൽ പെരുമ്പഴത്തൂർ സ്വദേശികളായിട്ടുള്ള അഖിൽ, സാമുവൽ, 22 വയസ്സ് മാത്രം പ്രായമുള്ള അഖിൽ, സാമുവൽ എന്നിവരാണ് മരിച്ചത്. അവരിൽ ഒരാൾ ഗുരുതര പരിക്കുകളോടെ ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. 3 ബൈക്ക് യാത്രികരായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഈ ബലരാമപുരത്ത് അപകടം സംഭവിക്കുകയും ഈ അപകടം പറ്റിയവരെ ഈ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം തിരികെ മടങ്ങുന്നതിനിടയിലാണ് വീണ്ടും ഒരു ബൈക്ക് അപകടം ഉണ്ടാകുന്നത്. ഈ ബൈക്ക് അപകടത്തിലാണ് 26 വയസ്സ് പ്രായമുള്ള മനോജും മരിക്കുന്നത്. ഈ ബൈക്ക് നിയന്ത്രണം വിട്ട് മതിലിടിക്കുകയായിരുന്നു. അങ്ങനെയാണ് 2ാമത്തെ അപകടം ഉണ്ടാകുന്നത്. ഈ 3 പേർക്കും സംഭവിച്ചിരിക്കുന്നത് ദാരുണാന്ത്യം തന്നെയാണ്. കാരണം ആദ്യം ഈ 2 പേരെയും ഈ മിനി ലോറി ഇടിച്ച് ബൈക്കും കൂട്ടിയിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിലാണ് മരണം സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനടക്കം അല്ലെങ്കിൽ ഈ 3ാമതായി പരിക്കേറ്റ ആളെ അടക്കം ആശുപത്രിയിൽ എത്തിക്കാനും ചികിത്സ നൽകാനും അടക്കം നേതൃത്വത്തിലുണ്ടായിരുന്ന മനോജും ഒരു അപകടത്തിൽ മരണപ്പെടുന്നത് എന്നുള്ളതാണ്. എന്തായാലും 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ നെയ്യാറ്റിൻകര സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൂടാതെ പരിക്കേറ്റ ഒരാളുടെ നില അതീവ ഗുരുതരമെന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന്. എന്തായാലും ആവേശമുള്ള വാർത്തയാണ് മേഘന പങ്കുവച്ചത്. ഇനി നമുക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകും. അത് അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് പങ്കുവെക്കുന്ന ഒരു വാർത്തയാണ്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ വൻ ഗതാഗത കുരുക്ക് അതിപ്പോൾ ഒരു നിത്യ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ആ ഒരു ഗതാഗത കുരുക്ക് ഉണ്ടാവുന്നുണ്ട്. ചുരത്തിൽ ലോറികൾ കുടുങ്ങുന്നതിനെ തുടർന്ന് ഗതാഗതം സ്തംഭിച്ച മട്ടാണെന്നാണ് അഭി പറയുന്നത്. അപ്പോൾ അഭി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ അടിവാരം മുതൽ ലക്കിടി വരെ വാഹനങ്ങളുടെ നീണ്ട നിരയാണ്. അപ്പോൾ നമുക്കറിയാം രാവിലെ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട ആൾക്കാരുണ്ട്. അതായത് പല കച്ചവടത്തിനൊക്കെ എത്തേണ്ടവരുണ്ട്, ജോലിക്ക് എത്തേണ്ടതുണ്ട്. എന്താണ് അവസ്ഥ? പ്രജിൻ, ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. വലിയ ദുരിതത്തിലാണ് യാത്രക്കാർ. കാരണം ഇന്നലെ രാത്രി ആരംഭിച്ച ഗതാഗത തിരക്കാണ്, അതിപ്പോഴും തുടരുന്നുണ്ട്. രാത്രി ഏതാണ്ട് 10:30 മണി സമയത്താണ് ആദ്യം മരം കയറ്റി വന്ന ഒരു ലോറി മറിഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നാലെ അത് ഏകദേശം ആ പ്രശ്നങ്ങൾ പരിഹരിച്ചപ്പോഴാണ് ഏതാണ്ട് 12 മണി സമയത്ത് ടയറുകൾ പൊട്ടി ഒരു ലോറി അവിടെ കുടുങ്ങുന്നത്. ആദ്യം ഈ മരം കയറ്റി വന്ന ലോറി അവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞെങ്കിലും ഈ ടയർ പൊട്ടിയ ലോറി ഇപ്പോഴും ചുരം 7-ാം വളവിന് സമീപത്ത് തുടരുകയാണ്. അതാണ് ഈ വലിയ ഗതാഗത കുരുക്കിനിടയാക്കിയത്. ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ലക്കിടി മുതൽ അടിവാരം വരെ വാഹനങ്ങളുടെ നീണ്ട നിരയുണ്ട്. അതിൽ ഈ വയനാട് നിന്ന് എയർപോർട്ടിലേക്കൊക്കെ വരുന്നവരുണ്ട്. അതാണ് വലിയ ദുരിതം. അവർ മണിക്കൂറുകളായി ചുരത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിലിപ്പോൾ ചെറിയ രീതിയിലാണ് വാഹനങ്ങളെ കടത്തിവിടുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയം എന്തായാലും വേണ്ടിവരും ഈ വാഹനങ്ങൾ പൂർണ്ണമായി ശരിയായ രീതിയിൽ കടന്നുപോയി ഈ തിരക്ക് മാറാൻ. ഒപ്പം തന്നെ ഈ ടയർ പൊട്ടി കുടുങ്ങിയ ലോറി അവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് ക്രെയിൻ എത്തിക്കണം. ഈ ക്രെയിൻ എത്തിക്കേണ്ടത് ഒന്നുകിൽ അടിവാരത്ത് നിന്നാണ്. അവിടെ നിന്ന് ഈ ക്രെയിൻ മുകളിലേക്ക് എത്താൻ ഏതായാലും മണിക്കൂറുകൾ പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ തിരക്ക്, ഈ ഗതാഗത തിരക്ക്, ഈ കുരുക്ക് കഴിയാൻ കുറച്ച് സമയം പിടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രജിൻ, ക്രിസ്റ്റീന.
അപ്പോൾ അതാണ് താമരശ്ശേരി ചുരം വഴിയൊക്കെ യാത്ര ചെയ്യുന്നവർ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സമയത്തൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ ഒന്ന് പ്രയാസപ്പെടും എന്ന് പറയാതെ വയ്യ. കാരണം ബുദ്ധിമുട്ടാണ്, അവിടെ വലിയ ഗതാഗത സ്തംഭനമാണ് ഉണ്ടായിരിക്കുന്നത് ചുരത്തിൽ. എല്ലാവർക്കും അവരുടെ ഒരു ദൈനംദിന ചര്യകളൊക്കെ തുടങ്ങാനുള്ള ഒരു സമയമാണ്. അതിപ്പോൾ വ്യാപാരമാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് ആശുപത്രിയിൽ പോകുന്നവരാണെങ്കിലും കുടുങ്ങി ഇങ്ങനെ ദീർഘസമയം കിടക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം അല്ലേ? അതെ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയാണ്, അതിന്റെ അപ്ഡേഷനാണ്. തിരുവനന്തപുരത്ത് യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസ് ഒളിവിൽ തുടരുകയാണ്. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും സ്വിച്ച് ഓഫ് ആയതിനാൽ ലൊക്കേഷൻ കണ്ടെത്താനായില്ല. ഇയാൾ ഒളിവിൽ കഴിയാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു. പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് നിയമമന്ത്രി പി രാജീവ് ഇന്നലെ വ്യക്തമാക്കിയതോടെ പോലീസിന് സമ്മർദ്ദമേറിയിട്ടുണ്ട്. മേഘന മുരളി ഒരിക്കൽ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മേഘന, അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്താണ് പോലീസിന്റെ അന്വേഷണം, ഏതു വഴിക്കാണ് പോകുന്നത്? ഈ ബെയിലിൻ എന്ന് പറയുന്ന സീനിയർ അഭിഭാഷകൻ എവിടെ പോയി ഒളിച്ചു എന്നതിലേക്കൊന്നും യാതൊരു വിവരവുമില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? പോലീസ് ആ രീതിയിൽ എന്തെങ്കിലും ഒരു അലംഭാവം കാട്ടുന്നുണ്ട്? ഇപ്പോൾ മന്ത്രി ഇടപെട്ടിരിക്കുന്നു, സമ്മർദ്ദം പോലീസിന് കൂടുതലാണ്. അപ്പോൾ ഏത് വഴിക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ അന്വേഷണം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മേഘന? അതിൽ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത്, ഒരു പെൺകുട്ടി തന്നെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് ഇന്നേക്ക് 3-ാം ദിവസമാണ്. ഇതുവരെ പോലീസിന് ഈ അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബെയിലിൻ ദാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ പരാതി കൊടുത്ത ദിവസം തന്നെ ഈ കോടതിയിലെത്തി പോലീസ് ഈ അഭിഭാഷകനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ മറ്റ് അഭിഭാഷകർ തന്നെ അത് തടയുകയും ആ സമയത്ത് ഈ ബെയിലിൻ ദാസ് ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയായിരുന്നു. അതിനുശേഷം തുടർ അന്വേഷണം നടക്കുന്നു. ഈ മൊബൈൽ ഫോൺ അടക്കം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം തുടരുന്നത്. പക്ഷേ ഇപ്പോഴും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കൂടാതെ എവിടെയാണ് എന്ന് അല്ലെങ്കിൽ ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അതിൽ അന്വേഷണം വ്യാപകമാകുന്നു. കൂടാതെ അതേ സമയത്ത് തന്നെ ഈ ബെയിലിൻ ദാസ് മുൻകൂർ ജാമ്യത്തിനുള്ള ഒരു ശ്രമവും കൂടി നടത്തുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതേസമയം ഈ കുടുംബത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത്, ഇനിയും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് മുഖ്യമന്ത്രി അടക്കം ഒരു പരാതിയായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി അടക്കം ഇടപെടണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. കഴിഞ്ഞ ദിവസം ഈ പി രാജീവ് അടക്കം ഈ അഭിഭാഷകയെ ശ്യാമിലിയെ വന്ന് കാണുകയും ഉടൻ തന്നെ ഈ പ്രതിയെ പിടികൂടണമെന്നുള്ള ആവശ്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മുകളിൽ സമ്മർദ്ദമുണ്ട്. എത്രയും വേഗം പ്രതിയെ പിടികൂടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. പക്ഷേ അതിനിതുവരെ സാധിക്കുന്നില്ല എന്നത് തന്നെയാണ്. കൂടാതെ ഇതിൽ ബെയിലിൻ ദാസ് എവിടെ പോയി അല്ലെങ്കിൽ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയില്ല. അതിൽ പോലീസ് തന്നെയാണ് ഇത് കണ്ടെത്തേണ്ടത് എന്നുള്ള ഒരു ആവശ്യവുമായി ഈ ശ്യാമിലിയുടെ അമ്മയടക്കം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം പ്രതിയെ പിടികൂടണം എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി തലത്തിൽ വരെ പരാതിയുമായി പോകുമെന്നും ഇപ്പോൾ കുടുംബം പറയുന്നു. അതേസമയം തന്നെ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമമാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ബെയിലിൻ ദാസ് നടത്തുന്നത്. അപ്പൊ മുൻകൂർ ജാമ്യാപേക്ഷയുടെ നീക്കം ഒരു ഭാഗത്തുണ്ട്. പക്ഷെ പോലീസ് എന്തായാലും ബെയിലിനെ കണ്ടെത്തും എന്നൊരു രീതിയിലാണ്. കാരണം മന്ത്രി കൂടി ഇപ്പോൾ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടല്ലോ. എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ പോയിട്ടാണെങ്കിലും ഇതിന്റെ ഒരു പരിഹാരം കാണും, അയാളെ എത്രയും പെട്ടെന്ന് പിടികൂടാൻ. അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എന്തെങ്കിലും ഡയലോഗ്, അതായത് സീരിയസ് വാർത്തകളിൽ പെട്ടെന്ന് നമുക്കൊന്ന് ഒരു ബ്രേക്ക് എടുക്കാന്ന് വെച്ചു. അതായത് ആ ബ്രേക്ക് അല്ല, ഇത് നമ്മുടെ രീതിയുടെ ബ്രേക്ക് എടുക്കാന്ന് വെച്ചു. കാരണം ക്രിസ്ത്യൻ ചേച്ചി ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതിനകത്ത് കയറി ഒന്ന് കടലിലേക്ക് പോകണമെന്നാണ്. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു പൊക്കോളൂ. അതെ, എന്റെ കൊച്ചു മുതലാളി എന്ന് പറയുന്ന ഡയലോഗ് ഇത് കണ്ടോ, പങ്കായം കണ്ടോ? അതുപോലെ തന്നെ ഈ തോണിയിൽ പോകുന്നവർക്ക് വേണ്ട എല്ലാ അവശ്യ സാധനങ്ങളും ഇതിനകത്ത് എന്തൊക്കെയാണത്? പഞ്ചസാര, കാപ്പിപ്പൊടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോ മനോഹരമായ കാഴ്ചകളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ അടുത്ത വാർത്തയിലേക്ക് പോവാം. അതായത് സംസ്ഥാന മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നുണ്ട്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസവുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് CMDRF നിന്ന് പണം കൈമാറുന്നത് മന്ത്രിസഭാ യോഗം പരിഗണിക്കുന്നുണ്ട്. അതോടൊപ്പം ചില പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശവും മന്ത്രിസഭയ്ക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുക. ഇപ്പോൾ രാവിലെ തന്നെ പരമാവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് 1, 2, 3, 4, 5 ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് കേരള വാർത്തയിൽ കൂടെയാണ് അല്ലേ? സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിൽ ഒന്നിലധികം തവണ പേര് ചേർത്തവർ സ്വമേധയാ വിവരം അറിയിച്ചില്ലെങ്കിൽ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കും. നിയമസഭാ മണ്ഡലാടിസ്ഥാനത്തിൽ പട്ടിക സൂക്ഷ്മ പരിശോധന നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകി.
മോട്ടോർ വാഹന വകുപ്പിന് സ്വന്തമായി പതാകയും ആഘോഷിക്കാൻ ഒരു ദിനവും വരുന്നു. ജൂൺ 1 ഇനി മുതൽ വകുപ്പ് ദിനമായി ആഘോഷിക്കും. ജൂൺ 1 പതാകയും പുറത്തുവിടും. കേരള ഗവർണറായി 5 മാസത്തിനകം രാജേന്ദ്ര ആർലേക്കർ കേരളത്തിലെ വോട്ടറായി. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഔദ്യോഗികമായി ഗവർണർക്ക് പുതിയ വോട്ടർ തിരിച്ചറിയൽ കാർഡ് കൈമാറി. പന്ന്യങ്കര ടോൾ പ്ലാസയിൽ പ്രദേശവാസികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് 4ാം വട്ട ചർച്ച ഇന്ന് കളക്ടറേറ്റിൽ നടക്കും. സൗജന്യ യാത്ര അനുവദിച്ചില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്ന് വടക്കഞ്ചേരി ജനകീയ വേദി സംയുക്ത സമരസമിതി ഭാരവാഹികൾ. സർക്കാരിനെതിരെ വിമർശനവുമായി ജോയിന്റ് കൌൺസിൽ. പണിമുടക്കുൾപ്പെടെ ജീവനക്കാരുടെ അവകാശ സമരങ്ങളോടുള്ള സമീപനത്തിൽ ഇടത് പ്രത്യയശാസ്ത്രത്തോട് നീതി പുലർത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട്. യെസ്, അപ്പോൾ അതൊക്കെയാണ് പ്രധാനപ്പെട്ട കേരളത്തിൽ നിന്നുള്ള മറ്റു വാർത്തകൾ. അപ്പോൾ നമ്മളിങ്ങനെ ആ സെഗ്മെന്റിൽ അടുത്ത ചോയ്സ് ഓഫ് വാർത്തകളൊക്കെ അല്പസമയത്തിന് പ്രേക്ഷകരിലേക്ക് എത്തും. അപ്പോൾ പ്രേക്ഷകരുടെ കമന്റുകളൊന്നും കാണുന്നില്ലെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കമന്റുകൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരുപാട് വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളതുകൊണ്ടാണ് നമ്മൾ കമന്റ് ബോക്സിലേക്ക് ഇപ്പോൾ പോകാത്തത്. വൈകാതെ കമന്റ് ബോക്സിലേക്ക് വരും, പേടിക്കേണ്ട. അപ്പോൾ നമുക്കൊന്ന് അമേരിക്ക വരെ ഒന്ന് പോകണം. അതെ, അമേരിക്ക വരെ പോകുമ്പം അമേരിക്കയുടെ നാഥൻ ഇപ്പോൾ സൗദിയിലാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് വരുന്നത്. അപ്പോൾ ഖത്തറിന്റെ രാജകുടുംബം ഒരു വിമാനം സമ്മാനമായി നൽകാമെന്ന വാർത്തയൊക്കെ വന്നിരുന്നു. അപ്പോൾ സൗദിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായി നിർണായക കൂടിക്കാഴ്ച. ഇസ്രയേലുമായുള്ള ബന്ധം സാധാരണ നിലയിലാക്കണമെന്ന് സിറിയൻ പ്രസിഡന്റിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ട്രംപിന്റെ നീക്കങ്ങളിൽ ഇസ്രായേൽ നയതന്ത്ര മൗനം പാലിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. എന്തായാലും അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുകയാണ്. ന്യൂജേഴ്സിയിലാണ് ഇപ്പോൾ മധു കൊട്ടാരക്കര ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഗുഡ് മോർണിംഗ്, അവിടെ ഗുഡ് ഈവനിങ് ആണ്. അപ്പോൾ മധു, എന്താണ് നിലവിൽ ട്രംപിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പുതിയ അപ്ഡേറ്റുകൾ വരുന്നത്? ഇന്നിപ്പോൾ തുർക്കിയിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ ട്രംപ്? നീക്കം അവിടത്തേക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുന്ന ഈ സന്ദർശനം കൊണ്ട് അമേരിക്കയ്ക്ക് വല്ല ഗുണമുണ്ടോ? അമേരിക്കയ്ക്കേ ഗുണമുള്ളൂ. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്റ്റീന പറഞ്ഞതുപോലെ അമേരിക്കയ്ക്ക് ഏറെ ഗുണമുള്ള ഒരു യാത്രയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സിറിയക്കെതിരെയുള്ള ഈ ഉപരോധങ്ങൾ നീക്കം ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അപ്രതീക്ഷിത പ്രഖ്യാപനം ഇന്നലെ വന്നതിന്റെ ഞെട്ടലിലാണ് ഇപ്പോൾ അമേരിക്കയിലെ രാഷ്ട്രീയ മേഖലയും അതുപോലെ അമേരിക്കയുടെ സഖ്യകക്ഷികളും ഒക്കെ ഇന്നലെ സൗദി അറേബ്യയിൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ഇസ്രയേലുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ട്രംപ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സിറിയൻ പ്രസിഡന്റ് എന്നാണ് ട്രംപ് പറയുന്നത്. അഹമ്മദ് അൽ ഷറായിക്ക് കാര്യങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്ന് തനിക്ക് പ്രതീക്ഷയുണ്ടെന്നും ട്രംപ് പിന്നീട് പറയുകയുണ്ടായി. 2020 ഇസ്രയേലുമായി മറ്റ് അറബ് രാജ്യങ്ങളുടെ നയതന്ത്ര ബന്ധങ്ങൾ സാധാരണ നിലയിലാക്കുവാനുള്ള അബ്രഹാം ഉടമ്പടിയിൽ സഹകരിക്കാനുള്ള താല്പര്യം അഹമ്മദ് ഷാറ ഈ കൂടിക്കാഴ്ചയിൽ പ്രകടിപ്പിച്ചതായും ട്രംപ് പറയുന്നു. അതേസമയം ട്രംപിന്റെ നീക്കങ്ങൾ ഇസ്രയേലിന് അത്ര സുഖിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെ തന്ത്രപൂർവ്വം ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രയേലും നയതന്ത്രപരമായ ഒരു മൗനം പാലിച്ചിരിക്കുകയാണ്. ഈ യാത്രയിൽ ട്രംപ് ഇസ്രായേലിനെ ഒഴിവാക്കിയതും അതുപോലെ ഗസയിൽ ഹമാസ് തടങ്കലിൽ നിന്ന് അമേരിക്കൻ പൗരനായ ഈദൻ അലക്സാണ്ടറിനെ അമേരിക്ക നേരിട്ട് വിലപേശി മോചിപ്പിച്ചതും ഒക്കെ ഇസ്രായേലിനെ കാഴ്ചക്കാരാക്കിക്കൊണ്ടായിരുന്നു. ഇതെല്ലാം ഇസ്രായേലില് വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഗസയിലെയും യുക്രൈനിലെയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇനിയും സാധിക്കാത്തതിന്റെ നിരാശ ട്രംപിനുണ്ടെന്നാണ് വാഷിംഗ്ടണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നേരത്തെ കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയ്ക്ക് ഏറെ ഗുണമുണ്ടായ ഒരു യാത്ര എന്ന് വേണേൽ പറയാം. കാര്യം ഖത്തറിൽ ഇന്ന് ബോയിങ് ഖത്തറുമായിട്ട് ഒരു ധാരണയിലായിരിക്കുകയാണ്. 96 ബില്യന്റെ ബിസിനസ്സാണ് ഖത്തർ ബോയിങ്ങിന് നൽകാൻ പോകുന്നത്. ഏതാണ്ട് 160 വിമാനങ്ങൾക്കാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. ഇനിയും ഒരു 50 വിമാനങ്ങൾ കൂടുതൽ കൊടുക്കാനുള്ള സാധ്യതയുമുണ്ട്. ക്രിസ്റ്റീന, പ്രജിൻ. ശരി, മധു കൊട്ടാരക്കരയാണ് വിശദാംശങ്ങൾ നൽകിയത്. അതിപ്പോ മധു കൊട്ടാരക്കര ഇന്ത്യയിലേക്ക് വന്നാലും ട്രംപ് സൗദിയിലേക്ക് പോയാലും തുർക്കിയിലേക്ക് പോയാലും പ്രയോജനം അമേരിക്കയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് മധു കൊട്ടാരക്കരയും കേരളത്തിൽ വന്ന് കൂടുതൽ എനർജിയും കൂടുതൽ ആവേശവും ഒക്കെ സംഭരിച്ച്, അതായത് അദ്ദേഹം ഇങ്ങോട്ട് നടത്തുന്ന ആ യാത്രയുടെ ചെലവെന്ന് പറയുന്ന ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് നമ്മളെയൊക്കെ കണ്ട് സംസാരിച്ച് ഊർജ്ജസ്വലനായി തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുകയാണ്. അപ്പൊ അമേരിക്കക്കാർ എവിടെ പോയാലും, അതിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് എവിടെ സന്ദർശിച്ചാലും
ആ രാജ്യത്തിന് പ്രയോജനപ്രദമായ കാര്യങ്ങളായിരിക്കും ചെയ്യുക. ഇപ്പോൾ ആയുധ കരാർ തന്നെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ ആയുധ കരാറാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. പക്ഷേ ഇനിയിപ്പോ നമ്മുടെ കണ്ണുകൾ പോകുന്നത് തുർക്കിയിലേക്കാണ്. കാരണം ഇന്ന് തുർക്കിയിൽ നടക്കുന്ന ഒരു നിർണായകമായ ചർച്ച. പക്ഷെ അത് നേരത്തെ പ്രതീക്ഷിച്ചതുപോലെയല്ല. അപ്പൊ എന്താണ് പറഞ്ഞിരുന്നത്? യുക്രൈൻ റഷ്യ ആ യുദ്ധം, അവരുടെ തർക്കം, അത് സംബന്ധിച്ച നിർണായകമായ ചർച്ച ഇന്ന് തുർക്കിയിൽ ചേരുകയാണ്. അപ്പോൾ അവിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലൊന്ന്. പുടിന്റെ സഹായി വ്ളാഡിമിർ മെഡിൻസ്കിയാണ് ഈ റഷ്യൻ സംഘത്തെ നയിക്കുക. പുടിനുമായി നേരിട്ടുള്ള ചർച്ച വേണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പുടിൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് UAE സന്ദർശനത്തിന് ശേഷം ഇന്ന് തുർക്കിയിലെത്തുമെങ്കിലും യുക്രൈൻ റഷ്യ സമാധാന ചർച്ചകളുടെ ഭാഗമാകുമോ എന്ന് വ്യക്തമാക്കിയിട്ടില്ല. റഷ്യയും യുക്രൈനും തമ്മിൽ 30 ദിവസത്തെ വെടിനിർത്തലിന് തയ്യാറാകാത്ത പക്ഷം റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധ നടപടികൾ കൊണ്ടുവരുമെന്ന് യൂറോപ്യൻ രാഷ്ട്ര നേതാക്കൾ കഴിഞ്ഞയാഴ്ച വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് തുർക്കിയിലെ ഇസ്താംബൂളിൽ സമാധാന ചർച്ചകൾക്കായി ഇരു രാജ്യങ്ങളും എത്തുന്നത്. എന്തായാലും പുടിൻ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ സെലൻസ്കി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് അറിയില്ല അല്ലേ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ അവിടുത്തെ അപ്ഡേറ്റുകൾ എന്നുള്ളത്. അപ്പൊ വളരെ പെട്ടെന്നൊരു ബ്രേക്ക് വേണം. അത് കഴിഞ്ഞ് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും. നമ്മുടെ ആ കൊഴുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയാ വിവാദവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പ്രേക്ഷകർ അറിയേണ്ട നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഉപ്പുവെള്ളം കയറിയ പാടങ്ങളിലെ നെല്ല് സംഭരിക്കാൻ ഓയിൽ പാം ഇന്ത്യ എന്ന വാർത്ത വരുന്നുണ്ട്.